വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. 30 ദിവസത്തെ LGS മോഡലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ PSC നടത്തിയത് പഠിക്കുകയാണ് നമ്മൾ. ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. 2018 തൊട്ട് ആണല്ലോ, അതായത് സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള സംഭവങ്ങളൊക്കെ വന്നത് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ അല്ലേ. അപ്പൊ ഒരു 2021 തൊട്ട് 26 വരെയുള്ള LGS മോഡൽ നടന്നിട്ടുള്ള പരീക്ഷകളൊക്കെ നിങ്ങളെ പഠിപ്പിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കണേ. 30 ദിവസത്തിനുള്ള 30 ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്ത് പഠിക്കണം എന്നാണ്. അപ്പൊ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ പേപ്പറും കൃത്യമായി പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് ഉണ്ട്, SCRT പാഠഭാഗങ്ങളുടെ ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഉണ്ട്. എല്ലാവർക്കും അറിയാൻ വേണ്ടി പറയുകയാണെങ്കിൽ 4 ക്ലാസ്സുകളാണ്. അപ്പൊ SCRTയും കറണ്ട് അഫയേഴ്സും ആഴ്ചയിൽ ഒരു ദിവസമാണ്, SCRT ആഴ്ചയിൽ 2 ദിവസമാണ്. എല്ലാ ദിവസവും ഹോട്ട് ടോപ്പിക്സും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ടാവും. കൂടാതെ SCRT പാഠഭാഗങ്ങൾ മുമ്പെടുത്തിട്ടുള്ളത് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. മാത്സിന്റെ ആയാലും കറണ്ട് അഫയേഴ്സിന്റെ 110ഓളം നമ്മുടെ വീഡിയോസ് പ്ലേലിസ്റ്റിലേക്ക് എടുക്കുന്നുണ്ട്. അതൊക്കെ തന്നെ നിങ്ങൾ നോക്കി കാണാനായിട്ട് ശ്രമിക്കുക. ഇനി പുതിയ കറണ്ട് അഫയേഴ്സ് നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല, ഒരു 10-15 ദിവസത്തെയും കൂടി പഠിച്ചാൽ മതി. ജൂലൈ 18-ന് എക്സാം ഉള്ള കുട്ടികൾ അറിയാലോ. അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കണു ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അപ്പൊ അതൊരു ചോദ്യത്തിന്റെ ഉത്തരം കൂടിയാണ്, അതും കൂടെ നമ്മൾ പഠിച്ചു. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ പേര് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നാണ്. ഈ ഗോഡ്വിൻ ഓസ്റ്റിനെ കുറിച്ച് എന്താ ചോദിച്ചേക്കണേ? ചുവടെ ഏത് പർവ്വത നിരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരയിലാണ് എന്നാണ് ചോദിക്കുന്നത്. ഗോഡ്വിൻ ഓസ്റ്റിൻ ഏത് പർവ്വത നിരയിലാണ് സ്ഥിതി ചെയ്യണതെന്ന് മനസ്സിലാക്കൂ. എവിടെയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? കാരക്കോറം പർവ്വത നിരയിലാണ്. എവിടെയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ? കാരക്കോറം പർവ്വത നിരയിലാണ്. ചുവടെ സൂചിപ്പിക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി ഏതാണ്? ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇതൊക്കെയാണ് സിന്ധു നദിയുടെ പോഷക നദികൾ. അപ്പോ സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. ഏതൊക്കെയാണ്? ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് അല്ലെ. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ചൈനയാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ചൈനയാണ്. അടുത്തത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരം ആർക്കാണ്? ഗുജറാത്തിനാണ്. അടുത്ത ചോദ്യം നോക്കൂ. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏതാണ്? പെരിയാറാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏതാണ്? ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി പെരിയാറാണ്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതിയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? ഭാരതപ്പുഴ പറയും. ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ, വൈദ്യുത പദ്ധതികളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഇന്ത്യയിൽ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് ഏതാണ്? തെന്മലയാണ്. തെന്മല എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്കും തന്നെയാണ്? തെന്മല തന്നെയാണ്. അടുത്ത ചോദ്യം നോക്കൂ. എല്ലാ പൗരന്മാർക്കും ഏത് മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും അവകാശമുണ്ട്. ഈ പ്രസ്താവന ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് മതത്തിൽ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും. അപ്പൊ ഇത് എന്തിനുള്ള അവകാശമാണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് എന്ന് ഓർക്കണം. അടുത്തത്, ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ്? എവിടെയാണ്? സത്ലജ് നദിയിലാണ്. അടുത്തത്, കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്. അതിന്റെ പേര് ചെന്തരുണി വന്യജീവി സങ്കേതം എന്നാണ്. ഈ ചെന്തരുണിയുടെ ശാസ്ത്രീയ നാമം ഗ്ലൂട്ട ട്രാവൻകൂറിക്ക എന്നാണ്. പഠിക്കുക, ഗ്ലൂട്ട ട്രാവൻകൂറിക്ക എന്നാണ്. ഇനി അടുത്തത്, യക്ഷഗാനം എന്ന കലാരൂപം പ്രചാരത്തിലുള്ള ജില്ല ഏതാണ്? എവിടെയാണ്? കാസർഗോഡാണ്. എവിടെ? കാസർഗോഡ്. ഇനി ഈ ചെന്തരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിന്റെ ഭാഗമാണെന്ന് ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് മക്കളെ. അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചോളൂ. കുളത്തൂപ്പുഴ റിസർവ് വനത്തിന്റെ, കുളത്തൂപ്പുഴ റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമാണ് ചെന്തരുണി വന്യജീവി സങ്കേതം കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? രാജാ റാം മോഹൻ റോയ് ആണ്. അടുത്തത് നോക്കുക. നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം എന്താണ്? ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതാണ്. കേട്ടിട്ടുണ്ട് അല്ലെ? ചൗരി ചൗര സംഭവം. അടുത്തതിൽ കേരളത്തിൽ
പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41. കേരളത്തിൽ 44 നദികൾ ഉള്ളതിൽ 41 പടിഞ്ഞാറോട്ടും 3 എവിടേക്കാണ്? കിഴക്കോട്ടുമാണ് ഒഴുകുന്നത് അല്ലെ. ഇനി അടുത്തത്, ഇതൊക്കെ നമ്മള് ഹോട്ട് ടോപ്പിക്സ് പഠിച്ചപ്പോ പഠിച്ചതാണ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് ഏത്? പമ്പ അല്ലെ. അടുത്ത ചോദ്യം, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ കരിമ്പ് കൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇതിൽ കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് ഇത് PSC ഡിലീറ്റ് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പഠിക്കണ്ട കേട്ടോ. കരിമ്പിന്റെ ജന്മനാട് എന്നറിയപ്പെടുന്നത് ഇന്ത്യയാണ് എന്നോർക്കുക. കരിമ്പിന്റെ ജന്മനാട് ഇന്ത്യയാണ്. കരിമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2ാം സ്ഥാനമാണ്. ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആരാണ്? ബ്രസീലാണ് കേട്ടോ. ആരാണ്? ബ്രസീലാണ് കേട്ടോ. ബ്രസീലാണ്. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചോളൂ. കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് കറുത്ത മണ്ണും അതുപോലെ തന്നെ എക്കൽ മണ്ണുമാണ്. കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് എന്നിവയൊക്കെയാണ് എന്താ കരിമ്പ് കൃഷിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണ് കേട്ടോ. അത് ഓർക്കുക. ഇനി അതുപോലെ കരിമ്പ്, അതുപോലെ തന്നെ പഞ്ചസാര എന്നിവയുടെ ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശ് ആണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് നമ്മൾ എന്തിനെ വിളിക്കുന്നുണ്ട്? ഉത്തർപ്രദേശിനെ വിളിക്കുന്നുണ്ട് എന്നും ഓർക്കുക. മഹത്തായ 2 വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ. ഇത് ആരുടെ വാക്കുകളാണ്? സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളാണ്. അടുത്ത ചോദ്യം നോക്കൂ, കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഇനി അടുത്തത് എന്താ പറയുന്നത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏത് എന്നാണ്. ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തതാണ്. ഏതാണ് ഈ എന്താ പറയുന്നത്? നമ്മുടെ എന്താ പറയാ, കൽക്കരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് അങ്ങനെയുള്ളതൊക്കെയാണ്. കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്നത് എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജാർഖണ്ഡ് ആണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും പഴയ കൽക്കരി ഖനി എന്ന് പറയുന്നത് ഏതിനെയാണ്? റാണിഗഞ്ചിനെയാണ്. ഇന്ത്യയുടെ ഏറ്റവും പഴയ കൽക്കരി ഖനി എന്നറിയപ്പെടുന്നത് ഏതാണ്? റാണിഗഞ്ചാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം എന്നറിയപ്പെടുന്നത് ജാരിയയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം എന്നറിയപ്പെടുന്നത് ജാരിയയാണ് കേട്ടോ. ജാർഖണ്ഡില് ജാരിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം. ക്ലിയർ ആയല്ലോ? ഇതിൽ ഉത്തരമില്ലാത്തത് കൊണ്ട് അത് ഡിലീറ്റ് ചെയ്തതാണ്. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ അലുമിനിയത്തിന്റെ അയിര് ഏതാണ്? ഏതാ മക്കളെ? ബോക്സൈറ്റ് ആണ് അലുമിനിയത്തിന്റെ അയിര്. അടുത്തു നോക്കൂ, 1.25 കോടി മലയാളികൾ എന്ന് പറയുന്ന പുസ്തകം ആരാ രചിച്ച്? EMS നമ്പൂതിരിപ്പാടാണ് അല്ലെ. അദ്ദേഹത്തിന്റെയാണ് ആ പുസ്തകം എന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം എന്താണ്? അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പറയുന്നത്? പാർട്ട് 4A പറയുന്നത്. 4A പറയുന്നത്. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഏതാണ്? സുപ്രീം കോടതിയാ. പരമോന്നത നീതിപീഠം സുപ്രീം കോടതി. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായ ചിത്രീകരിച്ച ദീനബന്ധു മിത്രയുടെ നാടകം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, നീൽ ദർപ്പൺ. എന്താണ് നീൽ ദർപ്പൺ? അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി ആരാണ്? അർജുൻ റാം മേഘ്വാൾ ആണ് കേട്ടോ. ഇതിലില്ല അർജുൻ റാം മേഘ്വാൾ ആണ്. ഇദ്ദേഹത്തിന് മുമ്പ് ഈ പദവിയിലെ കിരൺ റിജിജു ഇരുന്ന് കിടന്നു. ഇപ്പൊ ആരാണ്? അർജുൻ റാം മേഘ്വാൾ ആണ്. നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? അത് നമുക്കറിയാലോ, ഓം ബിർളയാണ് ലോക്സഭാ സ്പീക്കർ. താഴെ പറയുന്നവയിൽ സത്യശോധക് സമാജിന് നേതൃത്വം നൽകിയത് ആരാണ്? ജ്യോതി റാവു ഫുലെ. എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ദേശീയ സ്വാതന്ത്ര്യ സമര കാലത്ത് വന്ദേ മാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? വന്ദേ മാതരം എന്ന് പറയുന്ന പത്രത്തിന് ഈ സ്വാതന്ത്ര്യ സമര കാലത്ത് നേതൃത്വം നൽകിയത് ലാലാ ലജ്പത് റോയി ആണ്. ആരാണ്? ലാലാ ലജ്പത് റോയി കേട്ടോ. അടുത്തത്, ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരമാണ്. അടുത്തത്, 6 വയസ്സു മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസാവകാശം മൗലികാവകാശമായി ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം 21A ആണ്.
21A. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജാനുവരി 26-ന് ഇന്ത്യ റിപ്പബ്ലിക് ആയ സമയത്ത് അല്ലെ. ഇനി കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘമായ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ, ചിലപ്പോ ഇങ്ങനെ ചോദിക്കും, BEM. രണ്ടും തന്നെ. താഴെ പറയുന്നവയിൽ ഏതു ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയിരുന്നത്? മലബാർ ആണ്. അടുത്ത ചോദ്യം, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശമാണ് എന്ന് ഓർക്കണം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം. അടുത്തത്, താഴെ പറയുന്നവയിൽ രാജാ റാം മോഹൻ റായുമായി ബന്ധം ഇല്ലാത്തത് ഏതാണ്? നോക്കട്ടെ. സതി എന്ന ദുരാചാരത്തെ എതിർത്തു, ബ്രഹ്മസമാജം സ്ഥാപിച്ചു, സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് വാദിച്ചു. ഒക്കെ ശരിയാണ്. ബംഗാളിലെ രാധാനഗറിലല്ലേ ജനിച്ചേക്കണേ മക്കളെ? അപ്പൊ ഒഡീഷയിൽ ജനിച്ചു എന്നുള്ളത് തെറ്റല്ലേ? അപ്പൊ തെറ്റായത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം നോക്കിക്കോളോ. താഴെ പറയുന്നവയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായ ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരെല്ലാം? ആരൊക്കെയാ പങ്കെടുത്തേ? സി കൃഷ്ണൻ നായരും ടൈറ്റസ് രാഘവ പൊതുവാളും പങ്കെടുത്തു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ടുപേര് പങ്കെടുത്തു. താഴെ പറയുന്നവയിൽ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണ്? റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവന? വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം. ശരിയാണ്. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാം. ശരിയാണ്. ഇത് തെറ്റാണ്. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. ശരിയാണ്. ഇപ്പൊ എന്താ പറയുന്നത്? 1, 2, അതുപോലെ തന്നെ 4 അല്ലെ? അതാണ് ആൻസർ അല്ലെ. ഇനി അടുത്തത് നോക്കൂ. 1993 മുതൽ 2011 വരെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലകളിൽ തൊഴിൽ ലഭ്യതയാണ് കൂടി വരുന്നത്? എവിടത്തെയാണെന്നറിയോ നിങ്ങൾക്ക്? ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലുമാണ് തൊഴിൽ ലഭ്യത കൂടി വരുന്നത്. താഴെ പറയുന്നവയിൽ ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായമാണ്. കാലാവസ്ഥയിലെ മാറ്റവും യന്ത്രസാമഗ്രികൾ വാങ്ങാനുള്ള പറ്റാത്ത അവസ്ഥയും പ്രകൃതിക്ഷോഭവും ഇതൊക്കെ അതിൽ നേരിടുന്നതാണ് കേട്ടോ. അടുത്ത ചോദ്യം ഏതാണ്? എന്താ ചോദിച്ചേ? രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവ് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങളിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവ് സാമ്പത്തിക വളർച്ചയെ സൂചിപ്പിക്കുന്നു. എന്തിനെയാണ്? സാമ്പത്തിക വളർച്ചയെ സൂചിപ്പിക്കുന്നു. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ സാമ്പത്തിക വികസനത്തിന് ഏത് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്? ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥയാ ഫോളോ ചെയ്യണമെന്ന് SCERT പാഠഭാഗം പഠിച്ചപ്പോ നമ്മൾ പഠിച്ചില്ലേ? അതന്നെ. അടുത്തത് നോക്കൂ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ പേര് എന്താണ്? അന്ത്യോദയ അന്ന യോജന എന്നാണ്. അടുത്തത്, നീതി ആയോഗ് സുസ്ഥിര വികസന സൂചികയിൽ 2020-21 ഒന്നാമതെത്തിയത് കേരളമാണ്. ഇനി 2023-24 റിപ്പോർട്ടും ഇപ്പൊ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലും ഒന്നാമത് ആരാണ്? കേരളമാണ്. പക്ഷേ കേരളത്തിനോടൊപ്പം ഒരു സ്റ്റേറ്റും കൂടി ആ പദവി വഹിക്കുന്നുണ്ട്. അത് ഉത്തരാഖണ്ഡാണ്. കേരളവും ഉണ്ട്, ഉത്തരാഖണ്ഡും ഉണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കാം. അടുത്തൊന്ന് നോക്കൂ. 2020-21 കണക്കനുസരിച്ച് GDP-യിലേക്കുള്ള സംഭാവനയിൽ മുന്നിൽ നിൽക്കുന്നത് ഏതു മേഖലയാണ്? സേവന മേഖലയാണ്. 2026 സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ യഥാർത്ഥ 2026 GDP വളർച്ച ഒന്ന് ഓർത്തു വെച്ചോളോ. GDP-യുടെ വളർച്ച 6.3-നും 6.8-നും ഇടയിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് നിൽക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് എന്താണ്? തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദ്യം.
എന്താണ് തെറ്റായ ജോഡി? തിരയും ചുഴിയും സച്ചിദാനന്ദൻ. വീണപൂവ് കുമാരനാശാൻ ശരി. ആ മനുഷ്യൻ നീ തന്നെ CJ തോമസ് ശരി. നിലാവിന്റെ നാട്ടിൽ അക്ഷിത ശരി. അപ്പൊ തിരയും ചുഴിയും സച്ചിദാനന്ദൻ. തിരയും ചുഴിയും എന്നത് ആര് രചിച്ചതാ? S ഗുപ്തൻ നായർ. ആരുടെയാണ്? S ഗുപ്തൻ നായരുടെയാണ്. S ഗുപ്തൻ നായർ ട്ടോ. അദ്ദേഹത്തിന്റെയാണ് തിരയും ചുഴിയും. അടുത്തത് 45-ല് ശരിയായത് ഏത് എന്നാണ് ചോദ്യം. ഏതാണ് ഇതിൽ ശരിയായത്? നോക്കൂ. 1024 കിലോബൈറ്റ് 1 മെഗാബൈറ്റ്, 1024 മെഗാബൈറ്റ് 1 ജിഗാബൈറ്റ്, 1024 ജിഗാബൈറ്റ് 1 ടിഗാബൈറ്റ്. ഇതാണ് ശരി ട്ടോ. 45 C ആണ് ശരി. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ചോദ്യം എന്താണ്? എലൈൻ തോംസൺ. എലൈൻ തോംസൺ. എലൈൻ തോംസൺ ഇതില് തെറ്റായ പ്രസ്താവന എന്താണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇവര് എലൈൻ തോംസന്റെ പ്രത്യേകത, എലൈൻ തോംസന്റെ പേരൊക്കെ കേൾക്കുമ്പോ പുരുഷനാണെന്ന് തോന്നാം, വനിതയാണ്. ഇവര് ജമൈക്കൻ താരമാണ്. അതുപോലെ തന്നെ എന്താണ്, ടോക്കിയോ ഒളിമ്പിക്സിൽ 200 മീറ്ററിൽ 21.53 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തതാണ്. ഒളിമ്പിക്സിലെ സ്പ്രിന്റ് ഇനങ്ങളിൽ ഇരട്ട സ്വർണം നിലനിർത്തുന്ന ആദ്യ വനിതയാണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് ഇരട്ട സ്വർണം നിലനിർത്തുന്ന ആദ്യത്തെ വനിത. ഇത്രയും കാര്യമാണ് ശരി. അടുത്തത് തെറ്റാണ് കേട്ടോ. അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ പട്ടിക നിരീക്ഷിച്ച് ശരിയായ പ്രസ്താവന ഏതാന്ന് പറയാൻ. തേയില ആൽക്കലി സ്വഭാവം കാണിക്കും അല്ലെ. ശരിയായ പ്രസ്താവന താഴെ തന്ന പട്ടിക നിരീക്ഷിക്കുക. ശരിയായ പ്രസ്താവന pH മൂല്യമാണ് കാണുന്നത് കേട്ടോ അതില്. എന്നിട്ട് വേണം ഉത്തരം പറയാൻ. ചാരത്തിന്റെയും തേയിലയുടെയും കുടിവെള്ളത്തിന്റെയും സോപ്പിന്റെ ഒക്കെ pH മൂല്യം തന്നിട്ടുണ്ട്. അപ്പോ എന്താണ് ആസിഡുകളുടെ pH മൂല്യം എങ്ങനെയാണ്? ആസിഡുകളുടെ pH മൂല്യം 7-ൽ താഴെയാണ്. ആസിഡുകളുടെ pH മൂല്യം എത്രയാണ്? 7-ൽ താഴെയാണ് കേട്ടോ. എത്രയാണ്? 7-ൽ താഴെയാണ്. ഇവിടെ കുടിവെള്ളം ആൽക്കലി സ്വഭാവം കാണിക്കും എന്നുള്ളതാണ് എന്ത് ഈ തന്നിരിക്കുന്ന പ്രസ്താവനയില് ശരി ട്ടോ. ഇനി അടുത്തത് ചലിക്കുന്ന കാവ്യം ഏതാണ്? ഭരതനാട്യമാണ്. ആദ്യകാലത്ത് മിന്റേനെറ്റ, ആദ്യകാലത്ത് മിന്റേനെറ്റ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് വോളിബോൾ ആണ്. പത്മശ്രീ ലഭിച്ച ഡോക്ടർ ധനഞ്ജയ് ദിവാകർ സച്ദേവ് ഏത് മേഖലയിൽ സംഭാവന നൽകിയ വ്യക്തിയാണ്? ആദിവാസികൾക്കായി ആതുര സേവനം. ഇനി ഇതിപ്പോ 2021, 2022, 2023, 2024 ഒന്നുമില്ല. എല്ലാ വർഷത്തെയും പത്മശ്രീ ലഭിച്ചത് അല്ലെങ്കിൽ പത്മവിഭൂഷൺ, പത്മഭൂഷൺ ഒക്കെ ലഭിച്ചിട്ടുള്ളവരുടെ മേഖലകള് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. ആഗോള താപനത്തെയുമായി റിലേറ്റഡ് ആയി മുന്നറിയിപ്പ് നൽകിയ IPCC-യുടെ പൂർണ്ണ രൂപം എന്താണ്? ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ബി ആണ്. ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അടുത്ത ചോദ്യം ഏതാണ്? അടുത്ത ചോദ്യം COVID-19 പശ്ചാത്തലത്തിൽ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2021 ജൂണിൽ വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച അധ്യയന പരിപാടിയുടെ പേരെന്ത്? ഫസ്റ്റ് ബെൽ അല്ലെ. ഫസ്റ്റ് ബെൽ 2.0 നമുക്കറിയാം അല്ലെ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? ഇനാമലാണ്. ഇനാമൽ അല്ലെ. അടുത്ത ചോദ്യം എന്താണ്? ക്വാഷിയോർക്കർ എന്തിന്റെ കുറവ് മൂലമുണ്ടാകുന്നു? പ്രോട്ടീനിന്റെ കുറവ്. ഏത് വിളയുടെ സങ്കര ഇനമാണ് പവിത്ര? എന്തിന്റെയാണ്? നെല്ലിന്റെയാണ്. സൈരന്ത്രി വനം എന്നറിയപ്പെടുന്നത് ഏതാണ്? സൈലന്റ് വാലി ആണ് അല്ലെ. ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ ആവാസ വ്യവസ്ഥയിൽ ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളുണ്ട്. ശരിയാണ്. ജീവികളും അവയുടെ ചുറ്റുപാടുകളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കുറിച്ചുള്ള പഠനമാണ് ആവാസ വ്യവസ്ഥ. തെറ്റാണ്. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ ആവാസം എന്ന് പറയുന്നു. ശരിയാണ്. അടുത്ത എന്താ? ഒരു ആവാസ വ്യവസ്ഥയിലെ ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി എപ്പോഴും മാംസഭോജികളാണ്. തെറ്റാണ്. അപ്പൊ 1ഉം 3ഉമാണ് ശരി. അടുത്ത ചോദ്യം ഏതാ? അടുത്ത ചോദ്യം നോക്കൂ. COVID-19 ആദ്യമായിട്ട് എവിടെ റിപ്പോർട്ട് ചെയ്തു? ചൈനയിൽ. ഇനി അടുത്തത് 2021 പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതായിരുന്നു? പാകിസ്ഥാൻ ആയിരുന്നു. ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏത് തരം ഗ്ലാസ് ആണ്? ഫ്ലിന്റ് ഗ്ലാസ് ആണ്. ഏതാണ്? ഫ്ലിന്റ് ഗ്ലാസ്. 100 ഡിഗ്രി എന്നത് എത്ര ഫാരൻഹീറ്റിന് തുല്യമാണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റിന് തുല്യമാണ് എന്ന് ഓർത്തു വെക്കാട്ടോ.
അടുത്ത ചോദ്യം ഏതാണ്? പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? സ്പർശിക്കുമ്പോൾ ഘർഷണ ബലം. അടുത്തത്, ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം ഏതാണ്? ദ്രവീകൃത പെട്രോളിയത്തിലെ പ്രധാന ഘടകം ഏതാണ്? ബ്യൂട്ടൈൻ ആണ്. ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്റ്റ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? മെർക്കുറിക് ഓക്സൈഡ്. അടുത്തത്, യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ശുക്രനെ കുറിച്ച് പഠിക്കാനായി ആരംഭിക്കുന്ന മിഷൻ ഏതാണ്? എൻ വിഷൻ എന്നാണ്. എന്താണ് പദ്ധതി? എൻ വിഷൻ. അടുത്ത ചോദ്യം എന്താണ്? ലണ്ടൻ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് നൽകുന്ന ബ്രൂണൽ മെഡലിന് അർഹമായ പദ്ധതിയുടെ പേര് എന്താണ്? ഏതാണ്? മംഗദച്ചു ജലവൈദ്യുത പദ്ധതി. ഏതാണ്? മംഗദച്ചു ജലവൈദ്യുത പദ്ധതി. ട്ടോ. ഭൂട്ടാനിലെ മംഗദച്ചു നദിയിലാണ് ഈ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, ജലജന്യ രോഗത്തിന് ഉദാഹരണം ഏതാണ്? ജലജന്യ രോഗം. ഹെപ്പറ്റൈറ്റിസ് എ ജലജന്യ രോഗമാണ്. ഹെപ്പറ്റൈറ്റിസ് ഇ ജലജന്യ രോഗമാണ്. ലെപ്റ്റോസ്പൈറോസിസ് ജലജന്യ രോഗമാണ്. ട്ടോ. ഇനി അടുത്തത് നോക്കൂ. അടുത്ത ചോദ്യം ഏതാണ്? മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നത് നിപ്പ വൈറസും ജാപ്പാനീസ് എൻസെഫലൈറ്റിസ് പകരും. അപ്പൊ മുകളിൽ പറഞ്ഞിരിക്കുന്ന രണ്ടും പകരും. ട്ടോ. അടുത്തത്, നിർജലീകരണം. അതിന് നമ്മൾ എന്ത് കൊടുക്കും? ORS ലായനി കൊടുക്കും. അടുത്തത്, ആർദ്രം ദൗത്യത്തിന്റെ ലക്ഷ്യം എന്താണ്? ജനസൗഹൃദ ഔട്ട് പേഷ്യന്റ് സേവനമാണ്. അടുത്തത്, ശുദ്ധജലത്തിന്റെ pH എത്രയാണ്? pH 7 ആണ്. മനുഷ്യ ശരീരത്തിലെ ബാഹ്യപരാധമാണ് പേന്. അശ്വമേധം പ്രചാരണം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അശ്വമേധം എന്തുമായിട്ടാണ്? കുഷ്ഠമാണ്. നമ്മൾ പഠിച്ചതാണ് എന്താ പറയാ, പദ്ധതികൾ പഠിച്ചപ്പോലെ. ഇനി സാന്ത്വന പരിചരണം നൽകുന്നത്, കിടക്കയിൽ കിടപ്പായിട്ടുള്ള രോഗികൾക്ക് അല്ലെ സാന്ത്വന പരിചരണം നൽകുന്നു. ഇൻസുലിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? പ്രമേഹമാണ് അല്ലെ. അടുത്തത്, വൈറ്റമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന അന്ധത. എന്താണ്? നിശാന്തത. വൈറ്റമിനുകളുടെ അഭാവം, വൈറ്റമിൻ എയുടെ അഭാവം മൂലം കാണാത്ത അവസ്ഥ അല്ലെ, കണ്ണ്. ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി അറിയില്ല, നമുക്ക് പഠിക്കാം അല്ലെ. ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത COVID-19 വാക്സിൻ, COVID-19 വാക്സിൻ ഏതാണ്? ഒന്ന് കോവാക്സിൻ ഉണ്ട്, അടുത്തത് കോവിഷീൽഡും ഉണ്ട്. രണ്ടും നമ്മൾ വികസിപ്പിച്ചതാണ്. ഇനി 2021 കേരളത്തിൽ പുതുതായി ഉയർന്നു വന്ന രോഗത്തിന്റെ പേര് എന്താണ്? സിക്ക. താഴെ പറയുന്നവയിൽ ഏത് അവാർഡാണ് 2020 ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് കേരളം നേടിയത്? ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനുള്ള അവാർഡ്. അപ്പോ 80 ക്വസ്റ്റ്യൻ പഠിച്ചു അല്ലെ. GK 80 എണ്ണം പഠിച്ചു. മാത്സിന്റെ ക്ലാസ്സുകൾ ടീച്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് കണ്ടുപഠിച്ചോളൂ. പ്ലേലിസ്റ്റിലുണ്ട്. അതായത് 100 ഡേയ്സ് ക്ലാസ് ഉണ്ടായിരുന്നു നമുക്ക്. അതിന്റെ 100 ഡേയ്സ് കൊണ്ട് സിലബസ് മുഴുവൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ആ ക്ലാസ്സിൽ മാത്സിന്റെ ക്ലാസ്സും കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സും GKയുടെ എല്ലാ ക്ലാസ്സുകളും ഉണ്ട്. അത് കൂടാണ്ട് കറണ്ട് അഫയേഴ്സ് ഇപ്പൊ നമ്മൾ ഡെയിലി വേറെയും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.